കുറച്ച് പേരും കൂടി കയറട്ടെ കേട്ടോ. Good afternoon, Miss. Good afternoon, Divya. അശ്വതി എവിടെയാണ്? അശ്വതി അനീഷ്. അശ്വതി എവിടെ? കാട്ടിലാണോ? അശ്വതി അനീഷ് കേൾക്കുന്നില്ലേ? നെറ്റ് അന്വേഷിച്ച് പറമ്പിലേക്ക് പോയിരിക്കാൻ തോന്നുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. ചിലു എവിടെയായിരുന്നു ഇത്ര നാളെ കണ്ടിട്ട്? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വയ്യായിരുന്നു, പനിയൊക്കെ ആയിരുന്നേ. മാറിയോ? കൊഴപ്പില്ല, മാറി തുടങ്ങി. പക്ഷെ ക്ഷീണ ഭയങ്കര. ശബ്ദത്തിനുണ്ട്. ഭയങ്കര ചൂടാ ഇവിടെ. ആണോ? പുറത്തല്ലേ? അബ്രോഡല്ലേ? അബ്രോഡാ. മിസ്സിന് എന്നുണ്ട് വിശേഷം? വിഷു ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ഈസ്റ്റർ നന്നായിരുന്നു. അടിപൊളി. അശ്വതി വീഡിയോ ഓൺ ആയത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അശ്വതി വിളിച്ചിട്ടും കേൾക്കുന്നില്ല. അശ്വതി അനീഷ് എന്തോ കഴിച്ചോണ്ടിരിക്കുക. അശ്വതി കേൾക്കുന്നുണ്ടോ? മനസ്സിലായി. റെക്കോർഡിംഗ് ആണെന്ന് പറയാം. ഭക്ഷണം കഴിച്ചു എല്ലാവരും? കഴിച്ചു മിസ്. മിസ് കഴിച്ചില്ലേ? കഴിച്ചു. ഇൻസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് എല്ലാവരെയൊക്കെ കാണാൻ പറ്റും. നിങ്ങളുടെ മുഖമൊക്കെ എനിക്കറിയാം. മിസ്സിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ കണ്ടു. സ്കൂളിലൊക്കെ കണ്ടിട്ടോ? മിസ് ജീൻസ് ഒക്കെ ഇട്ട് അശ്വതി മിസ്സിന്റെ കൂടെ ഒക്കെ നിക്കുന്നേ. സ്കൂളിലെ ഫോട്ടോസ് കണ്ടിരുന്നു. ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളില്. കണ്ടു മിസ്സേ. കണ്ടായിരുന്നു മിസ്സേ. 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അത് ഫെയർവെല്ലിന്റെ ഫോട്ടോസ് ഒക്കെയാണ്. കൃപ ബിഎഡ് കഴിഞ്ഞതാണല്ലേ? കൃപ ആണ് മിസ്. ഏതായിരുന്നു സബ്ജക്ട്? ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ. പ്രയർ ആരാണെന്ന്? ലിഞ്ചു. ഗുഡ് ആഫ്റ്റർനൂൺ. കാരുണ്യക്കൈ വിളക്കായൊരു ജ്യോതിസ് നേരായ മാർഗം നീ കാട്ടേണമേ. ഇത്തിരി മുന്നോട്ടു പോകുവാനായി ഉൾത്തിരിയൊന്നു തെളിക്കേണമേ. കാണായവയ്ക്കെല്ലാം മുന്നിൽ പൊരുളായി കാണപ്പെടാതിരിക്കുവാൻ
പഠിക്കുവാനേ ഞാനൊരു മൺതരി മാത്രമാണെങ്കിലും ന്യൂനം അവിടുത്തെ സൃഷ്ടിയല്ലോ, ന്യൂനം അവിടുത്തെ സൃഷ്ടിയല്ലോ. കാരുണ്യ കൈവിളക്കായൊരു ജ്യോതിസ് നേരായ മാർഗം നീ കാട്ടേണമേ. ഇത്തിരി മുന്നോട്ടു പോകുന്ന ഉൾത്തിരിയൊന്നു തെളിക്കേണമേ, ഉൾത്തിരിയൊന്നു തെളിക്കേണമേ. താങ്ക് യു. Okay, thank you, Biju. Thought of the day. മിസ് തോട്ട് ഞാനാണേ. Okay, പറഞ്ഞോളൂ. Good afternoon, everyone. Welcome to the another class. Today's thought is a famous motivational quote by Dr. APJ Abdul Kalam. The quote is, a good song means 5 minutes happy. A good movie means 3 hours happy. A good college means 3 years happy. A good friendship means lifetime happy. ഒരു നല്ല പാട്ടെന്ന് പറയുന്നത് നമുക്ക് 5 നിമിഷം സന്തോഷം പകരും. ഒരു നല്ല സിനിമ എന്നത് 3 മണിക്കൂർ നമ്മളെ സന്തോഷിപ്പിക്കും. ഒരു നല്ല കോളേജിലെ പഠനം എന്നത് 3 വർഷം നമ്മളെ സന്തോഷിപ്പിക്കും. എന്നാൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് സന്തോഷം പകരും. സോ എവരിവൺ മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ്. താങ്ക് യു. Yes, very good. Nice thought. ആദ്യമായിട്ട് കേൾക്കണതാണ് ഒരുപാട്. എന്തോ മിസ്സേ? ആദ്യമായിട്ട് കേട്ടതാണത്. നല്ല രസമുണ്ട് കേൾക്കാൻ. ശരിക്കും Thank you, miss. സത്യമാണല്ലേ? സത്യമാണോ? ഞാനിങ്ങനെ ഇതിൽ നോക്കിയപ്പം മിസ്സേ എനിക്കത് എന്തോ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. അതാ ഞാൻ അത് പറയാന്ന് വെച്ചത്. Yes. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഇപ്പൊ 86 നിങ്ങളുടെ ഈ ബാച്ചില് നിങ്ങൾക്ക് ഇപ്പൊ നല്ല സൗഹൃദങ്ങൾ തന്നെയാണോ? ആണ് മിസ്. എല്ലാവരും ഒരുപാട് നല്ല അതെ മിസ്സേ, നല്ല എല്ലാവരും friends തമ്മില് ആണ്. നല്ല കൂട്ടാ. ഒരു ഫാമിലി പോലെ നല്ലൊരു ആയോ? ബോണ്ടിങ് ആണ്. എല്ലാം ഷെയർ ചെയ്യാനും എല്ലാവർക്കും നല്ല ഇതുവരെ ഇഷ്ടമാണ്. എന്ത് കാര്യമാണെങ്കിലും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മാത്രം കണ്ടുപിടിച്ചതിലൊക്കെ ഇപ്പൊ നല്ല ബോണ്ടായിട്ടുണ്ട്, ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ട്. മിസ്സേ എന്റെ കാര്യം എന്റെ എക്സ്പീരിയൻസ് പറയണേ, ഞാനിപ്പം ഈ ഏപ്രിൽ പകുതി തൊട്ടാണ് വെക്കേഷൻ ടൈം തൊട്ടാണ് ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. പക്ഷെ അതിനു മുമ്പുള്ള ടൈം എല്ലാം എനിക്ക് ക്ലാസ്സിലെ എന്ത് കാര്യമാണേലും വർക്കാണേലും എപ്പോൾ ചോദിച്ചാലും ആരെങ്കിലും ഒക്കെ നമുക്കത് ഷെയർ ചെയ്ത് പേഴ്സണലിയോ ഗ്രൂപ്പിലോ എല്ലാം ഇട്ട് തന്നിരിക്കും. എന്നാ എന്നെ ക്ലാസ്സിൽ കണ്ടിട്ടില്ല അങ്ങനെ വെച്ച് ആരും ഒരാൾ മാറി നിൽക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. ഈവൻ നമ്മള് വെക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ക്ലാസ്സിലേക്ക്? ഇല്ല മിസ്സേ, ഞാൻ ആ സ്കൂളിൽ റിസൈൻ ചെയ്തു. കാരണം എനിക്ക് ഇവിടുന്ന് അവിടെ വരെ പോയി വരാൻ ബുദ്ധിമുട്ടാ. പിന്നെ ഇവിടെ ഉള്ള സ്കൂളുകളിൽ കൊടുത്തിട്ടുണ്ട്, ഇതുവരെ എങ്ങും വിളിച്ചില്ല. വിളിക്കുവാണെങ്കിൽ എവിടെയെങ്കിലും കിട്ടിയാൽ പോവും, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും ക്ലാസ്. ശരി. നല്ല ലൈഫ് ലോങ് ഫ്രണ്ട്സ് ഇതിന് തന്നെ ഉണ്ടാവട്ടെ. അപ്പൊ അതിന് സ്മാർട്ട് സ്റ്റഡി ഒരു നിയോഗം വിചാരിക്കാം. അതല്ല മിസ്സേ, നമ്മള് കോളേജിലൊക്കെ ഓഫ്ലൈൻ ക്ലാസ് പോയപ്പോ പോലും ഇത്രയും കൂടെ പഠിച്ചിട്ട് പോലും ഇത്രയും ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് കാണാത്തവര് പലയിടത്തിരുന്ന് നമ്മൾ ഇത്രയും ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോ അത് ഭയങ്കര എനിക്കൊരു സന്തോഷം ഫീൽ ചെയ്ത്. ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോയിട്ട് വരുമ്പോ ഈ കുറെ കഴിഞ്ഞിട്ടാണ് ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ആയത്. അപ്പൊ ഞാൻ വിചാരിച്ചത് ദൈവമേ ഒരു വർക്ക്, കാരണം നിങ്ങൾ ടീച്ചേഴ്സിന്റെ നമ്പർ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഒരു ഡൗട്ട് ചോദിക്കണമെങ്കിൽ ഒന്നും പറ്റുന്നില്ല, ഇത് ഡ്രോപ്പ് ചെയ്താലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. പക്ഷെ പിന്നെ ഗ്രൂപ്പിൽ ആഡ് ആയി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ തെറ്റായിട്ട് ചിന്തിച്ചതാന്ന് എനിക്ക് മനസ്സിലായി. റൈറ്റ് പ്ലേസിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതെ മിസ്സേ, തീർച്ചയായിട്ടും. അത് കേരളത്തിന്റെ ക്ലാസ്സുകൾ പോകുന്നതും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ഇന്ററാക്റ്റീവ് ആയിട്ടും ശരിക്കും നിങ്ങൾക്ക് ഒരു വേറെ ബൗണ്ടറീസ് ഒന്നും തോന്നുന്നില്ല നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കയറുമ്പോ? റെസ്ട്രിക്ഷൻസോ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇല്ല മിസ്സേ, ഇല്ല മിസ്സേ. നമുക്കിപ്പോ നല്ല ടീച്ചേഴ്സിനെ കിട്ടി. അതുപോലെ തന്നെ കേരളത്തിൽ 14 ജില്ലയിൽ നിന്നും ഓരോരുത്തരും ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക്. അതെ, അതാ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഓരോ കൂട്ടുകാരുണ്ട്. ഇപ്പൊ ഏതേലും ഒരു ജില്ലയിൽ നമുക്ക് ഏതെങ്കിലും ഒരു എന്തെങ്കിലും ആവശ്യത്തിന് പോണോന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാൻ ആൾക്കാരുണ്ട്. ഒരു 14 ജില്ലകൾ മാത്രമല്ല. ചില്ലൊക്കെ എവിടെ ഇരിക്കുന്നത്? ചില്ല എവിടെയാണ്?
ചില എവിടെയാണ് ഇപ്പൊ? മസ്കറ്റോ? ഞാനിപ്പോ ദുബായില്. ദുബായിൽ വരെ നമുക്ക് ഫ്രണ്ട്സ് അല്ലേ? ദുബായിലല്ലേ? ഭയങ്കര അപമാനം അല്ലേ? അപ്പൊ എന്റെ ആഗ്രഹം പറയുന്നത് നിങ്ങൾ കോൺവൊക്കേഷൻ സെറമണി നടത്തുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങള് മാക്സിമം ശ്രമിക്കണം എന്ന് തന്നെ പറയുള്ളൂ വരാനായിട്ട് കേട്ടോ. ഞങ്ങൾ ആഗ്രഹം അതന്നെയാണ്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം മിസ്. ആഴ്ചയിൽ വന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വന്ന് എല്ലാ പാരന്റ്സ് ആയിട്ടാണ് നമുക്ക് കുറെ പേര് 2 ദിവസം വന്ന് താമസിച്ച് എറണാകുളമൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ വന്നവരുണ്ട്. പിന്നെ അന്ന് വന്നവരുണ്ട്, ലേറ്റ് ആയിട്ട് വന്നവരുണ്ട്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ എങ്ങനെയും എല്ലാവരും എത്തിച്ചേർന്നു. ഒരിക്കലും മിസ് ചെയ്തില്ല ആരും. നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ഒരു ദിവസം മിസ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കൃപക്ക് അറിയാൻ പറ്റി. കൃപ ഇപ്പം BEd കോൺവൊക്കേഷൻ ഉണ്ടായിരുന്നില്ലേ? കൃപ എന്തോ മിസ്സേ? BEd കോൺവൊക്കേഷൻ ഉണ്ടായിരുന്നില്ലേ? BEdന്റെ ആ ഉണ്ടായിരുന്നു മിസ്സേ. പക്ഷെ അത് ആ ഒരു കോളേജിന്റെ ഉള്ളിൽ അത് തീർന്നു. പക്ഷെ ഇവിടെ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതാണ് അതെ, നമ്മൾ ഇത്രയും നാള് സംസാരത്തിലൂടെ മാത്രം പരിചയപ്പെട്ടവരെ നേരി കാണുന്നൊരു അവസരം. വളരെ സന്തോഷം. പിന്നെ കുറച്ച് പേരെങ്കിലും ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നുണ്ട്. ചിലപ്പോ നമുക്ക് അറിയില്ല, നിങ്ങളെ പേരുകളും ഉണ്ടായിരിക്കും അറിയില്ല. നിങ്ങളുടെ പേരാണ് ശരിക്കും പറഞ്ഞ ക്ലാസ്സുകളിൽ തിരിച്ചറിയുന്നത്. ചിലുനെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ആ ഫോട്ടോ എപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജിഷേന്ന് അറിയാം. ഇപ്പോ ആരാണ് ജിസ്മോളിനെ ഇപ്പൊ ഇന്നലെ തുടങ്ങി കണ്ടു ഞാൻ. എന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാ മിസ്സേ, വണ്ണമില്ലാത്തോണ്ട്. അങ്ങനെ കുറച്ചുപേരൊക്കെ അറിയാം. സഫിയനെ കണ്ടാൽ മനസ്സിലാവും. സഫിയ വീഡിയോ ഓൺ ചെയ്ത് കണ്ട ഓർമ്മയുണ്ട്. പിന്നെ ശ്രീലക്ഷ്മിനെ അറിയാം. ദിവ്യ ദിവ്യ സിനോജിനെ അറിയാം. ദിവ്യയുടെ ശബ്ദമാണ് മെയിൻ. ദിവ്യ സംസാരിക്കണ പെട്ടെന്ന് മനസ്സിലാവും. അതെ 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 സത്യം പറഞ്ഞേ. സംസാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പറഞ്ഞ ശബ്ദമാണ്, പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കുകയും ചെയ്യും അല്ലേ ദിവ്യ? അതെ അതെ സന്തോഷം. ഓക്കെ ശരി. ഗുഡ് ആഫ്റ്റർനൂൺ ടോൾ. എല്ലാവരും ഭക്ഷണം ഉപയോഗിച്ചിട്ടാണ് കയറിയിരിക്കുന്നത്? കഴിച്ചു മിസ്. ഞാൻ മിസ്സേ, കറി sign in ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തോ? സൈൻ ഇൻ. വെണ്ടയ്ക്ക പച്ചടിയും വെണ്ടയ്ക്ക തോരനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സമയമാണോ നല്ലതൊക്കെ കഴിക്കാൻ? അതെ. എനിക്ക് ഞാൻ വീട്ടിൽ വഴുതനങ്ങ ഉണ്ടാക്കി, വഴുതനങ്ങ തോരൻ വെച്ച് കഴിച്ചു. നല്ലായിരുന്നു. ഓക്കെ ശരി. നമ്മള് ഏത് ചാപ്റ്റർ എടുത്തോണ്ടിരുന്നത്? സൈനിങ് ചെയ്തിട്ടില്ല. സൈനിങ് ആരാ? ജാസ്മിൻ, ഞാനാണ് സർ. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ടുഡേ ഇന്ന് ഞാൻ സൈൻ ഇൻ ചെയ്യുന്നത് ട്രീയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ട്രീ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അവർ ലൈഫ്. ട്രീ ഗിവ് us fresh air to breathe. Tree give us fruit and vegetables, and it give us food, paper and medicines. Tree give us shade. It give us shelter to animal and birds. Trees protect the soil from erosion. എന്നുവെച്ചാൽ മണ്ണൊലിപ്പ് തടയുന്നു. Tree give us help pollution, reduce the pollution. Tree help bring rain. So we should stop cutting down trees and plant more trees. Thank you. മിസ്സേ, ഇത് പെട്ടെന്ന് ചെയ്തതാണ് കേട്ടോ. ഞാൻ ശരിക്കും തോട്ട്സ് ചെയ്യാനാ വിചാരിച്ചിരുന്നത്. ആ തോട്ട്സ് ചെയ്യാന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ അത് വേറെ ആരോ ചെയ്യുന്ന ഇപ്പൊ പെട്ടെന്നാണ് ഇത് സൈനിങ്ങിലേക്ക് എത്തിയത്. ശരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞത്. റീഡിംഗ് ഇമ്പോർട്ടൻസ്. അതെ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ താങ്ക് യു. നമ്മുടെ പാഠഭാഗങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആകെ ഒരു ചാപ്റ്റർ കൊണ്ട് എടുക്കാനുള്ളൂ. പ്രാക്ടിക്കൽ സെഷൻസ് തുടങ്ങാണ് കേട്ടോ. കൂടി കഴിഞ്ഞാൽ റിവിഷൻ തുടങ്ങില്ലേ ടീച്ചറെ? ഓരോ ലെസൺസ് ആയിട്ട് എക്സാം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക അങ്ങനെയൊന്നുമില്ല? സമയം ഉണ്ടാവും, നോക്കണം. അല്ലാതെ പ്രാക്ടിക്കൽസിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. യൂണിറ്റ് 10 കൂടി ഉള്ളു ഇനി പാർട്ട് 4 അല്ലേ? പിന്നെ മോഡ്യൂൾ 3 ആണോ മാം? മൊഡ്യൂൾ 3. പ്രാക്ടിക്കൽ സെഷൻസ് നിങ്ങൾ കണ്ടല്ലേ? നിങ്ങളുടെ കയ്യിൽ സിലബസ് ഇല്ലേ?
ഉണ്ട് മിസ്. ഉണ്ട്. അത് തുടങ്ങി കഴിഞ്ഞ് പിന്നെ അങ്ങ് വേഗം പോകും, പെട്ടെന്ന് കഴിയും. അത് ഫസ്റ്റ് 4 MT കഴിഞ്ഞു, 5 MT കഴിഞ്ഞു, 5 MT5 തീർന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അങ്ങ് പോകും. ഈ 4 കഴിഞ്ഞ് പെട്ടെന്ന് പോകും. എന്ത് പെട്ടെന്നാണല്ലോ, നമ്മുടെ ക്ലാസ് തീരാറായി. തീരാറായി. അതെ അതാലോചിക്കുമ്പോ ഒരു വിഷമമുണ്ട്. അതെ, ഇനിയൊരു 1 hour ടൈം ഇനി ആഴ്ചയിലില്ല അല്ലെ, ഇനി അങ്ങോട്ട് പോകുമ്പോ. ശരിക്കും പറഞ്ഞാൽ കോൺവൊക്കേഷനോട് കൂടി പരിപാടി കഴിക്കില്ല. അത് കോൺവൊക്കേഷൻ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്, ഒപ്പം അത് സങ്കടം തന്നെയാണ്. കാരണം അത് ലാസ്റ്റ് ഡേ ആണ് സ്മാർട്ട് സ്റ്റുഡന്റുകളുടെ അല്ലേ. കഴിഞ്ഞൊക്കെ നിങ്ങൾ എപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണെങ്കിലും നമ്മൾ ഒഫീഷ്യലി വിടവാങ്ങുന്ന ഒരു സമയം അതാണ്. ഓക്കെ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ പുറത്തുള്ള കുറച്ച് പേരില്ല, നമ്മളിപ്പോ ചില്ലു, ദിവ്യ, അങ്ങനെ കുറച്ച് പേര് പുറത്തുണ്ട്. നിങ്ങൾ മാക്സിമം വരാൻ നോക്കണം എന്ന് പറയണം കേട്ടോ, റിക്വസ്റ്റ് ആയിട്ട് പറയണം. നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്, നമുക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഞാൻ നമുക്കറിയാം. മിസ്സിനെ കാണാൻ വരുന്നുണ്ട് അവിടെ. ജൂണിൽ ഞാൻ നാട്ടില് വരും. ഞാൻ ജൂൺ സെപ്റ്റംബറിൽ ജൂലൈ വരുന്നുണ്ട്, നാട്ടിലുണ്ട്. അനീറ്റിയുടെ മാരേജാ. അപ്പൊ അപ്പോഴത്തേക്ക് വല്ലോ സെപ്റ്റംബറിലാകുമ്പോഴേക്കും നമുക്ക് അതിന് മുമ്പ് ചിലപ്പോൾ കഴിയുമായിരിക്കും കേട്ടോ. ആ എന്തായാലും വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോ സുഖമായിരിക്കും അല്ലെ, ഇത് നടത്തുമ്പോ. അതെ, കുറച്ച് 2 ദിവസം വെച്ചിട്ടുണ്ട് ചെയ്താലും കുഴപ്പമുണ്ടാവില്ലല്ലോ പോകുന്നത്. നമുക്ക് മാക്സിമം നോക്കാം. ഇതിലൊക്കെ നമ്മൾ ആഗ്രഹിച്ച് ചിലപ്പോൾ അതിലേക്ക് ചേരുമെന്നല്ലേ പറയുന്നത്. സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിങ് നമ്മൾ തുടങ്ങിയായിരുന്നു അല്ലെ. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എന്താണ് സൂപ്പർവിഷൻ എന്നാണ് പറഞ്ഞത്? പ്രോഗ്രാം. It's a planned program for improvement of instruction. അല്ലെ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അത്. Supervision is a planned program for the improvement of instruction. എന്തിനാണ് നമ്മളൊരു മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു പ്രോഗ്രാം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് എന്ത് സൂപ്പർവൈസ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. Effective supervision has a constant base. Effective guidance is creative. A supervisor is any person responsible for working with others to increase the effectiveness of the teaching learning situation. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സൂപ്പർവൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ടീച്ചർ? ഇതിനു വേണ്ടിയിട്ടാണ്. വളരെ എളുപ്പമുള്ളൊരു ബുക്കാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ, അതൊക്കെ പറയാതിരിക്കരുത്. എന്തിനാണ് ടീച്ചർ കുട്ടികളെ സൂപ്പർവൈസ് ചെയ്യുന്നത്? അത്രയും പറഞ്ഞാൽ മതി, അതൊന്നും പറയണ്ട. കുട്ടികള് നല്ല വഴിയിലേക്ക് പോകണമെങ്കിൽ ടീച്ചർമാര് സൂപ്പർവൈസ് ചെയ്യണമല്ലോ. യെസ്, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവർ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. തന്നെയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. മേൽനോട്ടം വഹിക്കുക. മേൽനോട്ടം വഹിച്ചാലേ നമുക്ക് ആ പ്രോഗ്രാം ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, the primary aim of guidance is to help the teacher become a self-directive. Supervision provide educational leadership. എന്തായാലും റിഞ്ചു എന്തെങ്കിലും പറയണോ? റിഞ്ചു? ഇല്ല ടീച്ചറെ, ഒന്നുമില്ല. അറിയാതെ ഓണായി പോയതാണല്ലേ. കൊച്ചുണ്ട് കയ്യില്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് മാത്രമുള്ള നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് മാത്രമുള്ള ഇംപ്ലിമെന്റേഷൻ സംഭവിക്കുന്നത് ആ ടീച്ചറിനും കൂടി എന്താണ്, അത് വളരെ രീതിയിൽ ടീച്ചറിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനും ടീച്ചർക്ക് അതിന്റെയൊക്കെ കാര്യങ്ങൾ കാര്യക്ഷമമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ള ഒരു ക്യാപ്പബിലിറ്റീസ് ടീച്ചർക്ക് ലഭിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നതനുസരിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് തന്നെയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലൂടെ ഒരു പോയിന്റ് ഉണ്ട്, അത് നമുക്ക് വേണ്ട കേട്ടോ. സൂപ്പർവിഷൻ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടോ? സൂപ്പർവിഷൻ ഫങ്ഷൻസ് ലെസ് ആൻ ഓവർസിയർ ആൻഡ് ഇൻസ്പെക്ടർ ആൻഡ് മോർ ആസ് എ ഗ്രൂപ്പ് ലീഡർ. ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കേട്ടോ, വേണ്ട. ഇനി
സൂപ്പർവിഷൻ പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂപ്പർവിഷൻ പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പ്. വിദ്യാഭ്യാസത്തിന്റെ നേതൃത്വ സ്ഥാനമാണ് സൂപ്പർവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് വിദ്യാഭ്യാസത്തില് എന്താണ് ഒരു നേതൃത്വ സ്ഥാനം, ലീഡർഷിപ്പ് വഹിക്കുക. ലീഡർഷിപ്പ് വഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലീഡറിന്റെ ശരിക്കും പറഞ്ഞ ഉത്തരവാദിത്വം എന്താണ്? ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. ലീഡർ എന്തിനു വേണ്ടിയിട്ട്? ഇപ്പൊ ക്ലാസ് റൂമിൽ നമ്മൾ ലീഡറെ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അയാള് ക്ലാസ് റൂം എന്താണ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലീഡറെ സെലക്ട് ചെയ്യുന്നത്. അയാൾ ഇന്ന സമയത്ത് ഇന്ന ആൾക്ക് ഓരോരോ ഡ്യൂട്ടീസ് കൊടുക്കും. ഇന്ന സമയത്ത് പ്രയർ അവതരിപ്പിക്കണം, അതിനുശേഷം തോട്ട് പറയണം. അങ്ങനെ ഹോൾ ക്ലാസ് ആൾ എന്താണ് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യും അല്ലെ. ഓക്കെ, നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പരിപാലിക്കുന്ന അല്ലെങ്കിൽ പറയുകയും അത് കണ്ടിന്യൂ ചെയ്യാൻ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു രീതി, ആ ഒരു കോൺസെപ്റ്റ് ആണ് എന്ത് ശരിക്കും പറഞ്ഞാൽ സൂപ്പർവിഷൻ അഥവാ മേൽനോട്ടം എന്ന് പറയുന്നത്. ഇനി supervision provide education leadership. Supervisor works through and with others to develop the quality of activities they perform. Good supervision is based upon teacher participation. Supervisor ആരാണ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്? സൂപ്പർവൈസർ മേൽനോട്ടക്കാണല്ലോ. മേൽനോട്ടക്കാരൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അധ്യാപകരെ തന്നെയാണ് അല്ലെ. അവരുടെ വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? with others to develop the quality of the activities they perform. അപ്പൊ സൂപ്പർവൈസ് ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെ സംഭവിക്കുന്ന ഒരു പ്രോഗ്രാമില് ഒരാൾ ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോൾ ആ പ്രോഗ്രാമിന് എന്താണ് ഉണ്ടാവുന്നത്? എന്തുണ്ടാകുന്നു? മോശമായി പോവുക പ്രോഗ്രാം. എന്താ സംഭവിക്കുന്നത്? എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. യെസ്, വെരി ഗുഡ്. ഒരൊറ്റ സെക്കൻഡ്, ഒരു എമർജൻസി. ഓക്കെ, ഞാനൊന്നും പറഞ്ഞില്ല നിഷ. ഞാൻ എമർജൻസി ആന്ന് പറഞ്ഞപ്പോ വീഡിയോയും ഓഡിയോയും കട്ടാക്കിയതാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ഒരു പ്രോഗ്രാംസിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് പറഞ്ഞത്. ഇതിനു വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാം വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇനി ഇവിടെ പറയുന്നു good supervision is based upon teacher participation. എന്താണ് ഗുഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്? ആരുമായി ബന്ധപ്പെട്ടാണ്? ടീച്ചേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ. ടീച്ചേഴ്സിന്റെ പങ്കാളിത്തം അല്ലെ. ഗുഡ് സൂപ്പർവിഷൻ ഇസ് ബേസ്ഡ് അപ്പോൺ ദ ടീച്ചർ പാർട്ടിസിപ്പേഷൻ. ടീച്ചേഴ്സ് നല്ല രീതിയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു സൂപ്പർവിഷൻ കൊടുക്കുക. അതായത് ടീച്ചേഴ്സ് മാറി നിൽക്കുകയാണ്. ഇൻസ്ട്രക്ഷൻസ് പറയാതെ ടീച്ചേഴ്സ് ഇപ്പോൾ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പ്രോഗ്രാം കൺട്രോൾ ചെയ്യാതെ എന്താണ് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ എല്ലാ ടീച്ചേഴ്സും കൂടി ഒരുമിച്ച് നിന്നത് പങ്കാളിത്തത്തോടു കൂടി നല്ല പാർട്ടിസിപ്പേഷനോട് പങ്കെടുക്കുകയാണെങ്കിൽ എന്താണ് നല്ല രീതിയിൽ മേൽനോട്ടം വഹിക്കുമ്പോൾ ആ പ്രോഗ്രാം നമുക്ക് അല്ലെങ്കിൽ ഹോൾ ക്ലാസ് ആണെങ്കിൽ കൂടി എന്താണ് നല്ല രീതിയിൽ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ ആണ്. ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ, എന്തൊക്കെ ടെക്നിക്സ് ആണ് സൂപ്പർവിഷൻ ഉള്ളത്? ഗുഡ് സൂപ്പർവിഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ടീച്ചർ പാർട്ടിസിപ്പേഷൻ. സിംഗ് പോയിന്റ് ഇങ്ങോട്ട് മാറി കിടക്കരുത് കേട്ടോ. നിങ്ങളത് ശ്രദ്ധിച്ചില്ലേ? ഒരേ സെന്റൻസ് അപ്പുറത്തേക്ക്.
സെന്റൻസ്. അപ്പൊ ഇത് നമ്മൾ കയറി വന്നാക്കുന്നതിന് പ്രിന്റിങ്ങില് ടെക്സ്റ്റിൽ ബുക്കിൽ അങ്ങനെ തന്നെയാണെന്ന് നോക്കി. ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അതെ മിസ്. രണ്ട് സെന്റൻസ് ആയിട്ട് തന്നെ കിടക്കുന്നത് അല്ലേ? കുഴപ്പമില്ല. ഓക്കെ. യെസ്, ഗുഡ് സൂപ്പർവിഷൻ ഇസ് എ പ്ലാൻഡ് സൂപ്പർവിഷൻ. ഒരു നല്ല രീതിയിൽ നമുക്ക് മേൽനോട്ടം വഹിക്കണമെങ്കിൽ വെറുതെ പോയി നമുക്ക് ഒരു ക്ലാസ് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിന് എന്താണ് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അല്ലെ? എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കേണ്ടത്, അത് എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യണം അല്ലെ? സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചേഴ്സ് തന്നെ അത് പ്ലാൻ ചെയ്യുന്നു. പ്ലാൻ ചെയ്ത് നടത്തുമ്പോൾ എന്താണ്, അതൊരു പ്രോപ്പർ ചാനലിലൂടെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഗുഡ് സൂപ്പർവിഷൻ ഇസ് എ പ്ലാൻഡ് സൂപ്പർവിഷൻ ആയിരിക്കും അല്ലെ? നല്ല രീതിയിൽ മേൽനോട്ടം വഹിക്കുക എന്ന് പറയുന്നത് ഒരു ആസൂത്രണത്തിലൂടെ എന്താണ് അത് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട്, എഫിഷ്യന്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ടീച്ചേഴ്സ് ആൻഡ് പ്യൂപ്പിൾസ് ക്യാൻ ബി സൂപ്പർവൈസ്ഡ് ഇൻ 3 ways. ഇനി ഇവിടെ ടീച്ചറും കുട്ടികളെ നമുക്ക് 3 രീതിയിൽ എന്താണ് സൂപ്പർവൈസ് ചെയ്യാം. 3 ways നമുക്ക് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് സൂപ്പർവിഷൻ ത്രൂ ഒബ്സർവേഷണൽ വിസിറ്റ്സ്. ഫസ്റ്റ് വരുന്നത് സൂപ്പർവിഷൻ ത്രൂ ഒബ്സർവേഷണൽ വിസിറ്റ്. ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. എന്താണത്? The headmaster can make observational visit if they result in developing teaching and learning. അപ്പൊ ഫസ്റ്റ് സൂപ്പർവിഷൻ വേ എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർവിഷൻ ത്രൂ ഒബ്സർവേഷണൽ വിസിറ്റ്. എന്താണ് ഒബ്സർവേഷണൽ വിസിറ്റ് എന്ന്? ഇപ്പൊ ഹെഡ് മാസ്റ്റേഴ്സ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ് കൂടെ ഒക്കെ വിസിറ്റ് ചെയ്യലില്ല, അതാണ്. അത് തന്നെ, നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെഡ് മാസ്റ്റർ അത് നോക്കാറുണ്ട് അല്ലെ? സൈഡിലൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തിരിക്കുമ്പോൾ കാണില്ല, പക്ഷെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവും, അതിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യും. അതാണ് ഒബ്സർവേഷൻ വിസിറ്റ്. അതായത് ടീച്ചർ വന്നിട്ട് രീതിയിൽ ക്ലാസ് എടുക്കുന്നത്, കുട്ടികൾ അച്ഛനത്തോടെ ക്ലാസ്സിൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ, ആക്ടിവിറ്റീസിലൊക്കെ നടക്കുന്നുണ്ടോ, ലേണിംഗ് നല്ല പ്രോപ്പറായിട്ടാണോ നടക്കുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഒബ്സർവേഷൻ വിസിറ്റ് ആര് വഹിക്കുന്നത്? ഹെഡ് മാസ്റ്റർ ആണ് അത് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ അതിലെന്തെങ്കിലും പോരായ്മ കാണുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ നല്ല രീതിയിലാണെങ്കിലും ഇത് എന്ത് പറയും, ടീച്ചറിനെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ? നല്ല രീതിയിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്, കുട്ടികൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓക്കെ ആണെങ്കിൽ പറയും. എന്തെങ്കിലും തരത്തിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് പറയും? ടീച്ചർ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കുട്ടികൾ അടങ്ങി ഇരിക്കുന്നില്ല, അപ്പൊ ടീച്ചർ കുറച്ചും കൂടി കുട്ടികളെ ഡിസിപ്ലിൻ ഒക്കെ പഠിപ്പിക്കേണ്ടെന്നു പറഞ്ഞ് ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യും? നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും അല്ലെ? അതൊരു സൂപ്പർവിഷൻ ആണ്. ഫസ്റ്റ് സൂപ്പർവിഷൻ ഒബ്സർവേഷൻ വിസിറ്റ് ചെയ്തിട്ട് ടീച്ചേഴ്സിന് നിർദ്ദേശം കൊടുക്കുകയാണ്, ഇന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ നല്ലതാണ് ചെയ്തതെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു? ടീച്ചിങ് ആൻഡ് ലേണിംഗ് അല്ലെ? ടീച്ചറുടെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ് വളരെ സുഗമമായിട്ട് എളുപ്പത്തിൽ എന്താണ് നല്ല രീതിയിൽ ടീച്ചറിന് ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കും. ആരുടെ സൂപ്പർവിഷൻ മൂലം? ഹെഡ് മാസ്റ്റർ സൂപ്പർവൈസർ ഒബ്സർവേഷൻ വിസിറ്റ് ചെയ്തതിന് ശേഷം ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്താണ് ടീച്ചറിനത് മനസ്സിലാവും, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുള്ളത് ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ ടീച്ചർ അത് മനസ്സിലാക്കി പിന്നീട് നല്ല രീതിയിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ഫസ്റ്റ് വേ എന്ന് പറയുന്നത് കേട്ടോ. ടെക്നിക്സ് ആണ്, ഫസ്റ്റ് സൂപ്പർവിഷൻ ടെക്നിക്സ് ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. എന്താണ്? ഒബ്സർവേഷണൽ വിസിറ്റ് കേട്ടോ. അണ്ടർലൈൻ ചെയ്തിരുന്നേ, മനസ്സിലായോ? മനസ്സിലായി മിസ്. സെക്കൻഡ് എന്താണ്? എന്തോ ഇൻഡിവിജ്വൽ കോൺഫറൻസ്. ഓക്കെ ഓക്കെ, എന്താണ്? ഞാൻ കേട്ടില്ല മിസ്, ഏതാണ് ചെയ്യണ്ടായിരുന്നു? ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? സൂപ്പർവിഷൻ ത്രൂ ഇൻഡിവിജ്വൽ കോൺഫറൻസസ്. ഓക്കെ, എന്താണ് ഇൻഡിവിജ്വൽ കോൺഫറൻസസ് എന്ന് പറയുമ്പോൾ? The headmaster can have individual discussions with the teacher in order to analyze and solve his problems. എന്താണ് ഇൻഡിവിജ്വൽ കോൺഫറൻസ് എന്ന് പറയുന്നത്? ആരുമായിട്ടാണ് ഇൻഡിവിജ്വൽ ഡിസ്കഷൻ? ഇൻഡിവിജ്വൽ ഉദ്ദേശിക്കുന്ന ആരാണ്? ഒരാളാണ് അല്ലെ? ടീച്ചറുമായിട്ട്. വ്യക്തി ഉദ്ദേശിക്കുന്ന ആരാണ്? ടീച്ചറാണ് അല്ലെ? അപ്പൊ ടീച്ചറായിട്ടൊരു ഇൻഡിവിജ്വൽ കോൺഫറൻസ് കൊടുക്കുകയാണ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്?
with the teacher in order to analyze and solve his problems. ഇനി ക്ലാസ് മുറിയിലല്ലാത്ത പക്ഷം എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ ടീച്ചറിന് തന്നെ ഇപ്പൊ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാകും, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നതിന് ആ തരത്തിലുള്ള എന്തെങ്കിലും തരം ബുദ്ധിമുട്ടുകൾ എന്തുമായിക്കോട്ടെ നമുക്ക് മനസ്സിലാവും അല്ലെ എന്തൊക്കെയാണ് ഒരു ടീച്ചറിനെ ചിലപ്പോൾ നേരിടേണ്ടി വന്നത്. ഇപ്പൊ ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ എന്ത് പ്രശ്നമായിക്കോട്ടെ, ഇപ്പൊ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആണെങ്കിലും അത് ആരുമായിട്ട് അനലൈസ് ചെയ്യുന്നു, ആരാണ് അത് അനലൈസ് ചെയ്യുന്നത്, ഒരു ഡിസ്കഷൻ നടത്തുന്ന ആരാണ്, അല്ലെങ്കിൽ കോൺഫറൻസ് നടത്തുന്ന ആരാണ്, ഹെഡ് മാസ്റ്റർ അല്ലെ, HM ആയിരിക്കും. HM എന്താണ്, അപ്പൊ സൂപ്പർവൈസർ ടീച്ചർ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ മറ്റേ പോയിന്റ് ആയിട്ട് കണക്റ്റഡ് ആണ്, നമ്മൾ ഒബ്സർവേഷൻ വിസിറ്റ് ആയിട്ട് ഇത് കണക്റ്റഡ് ആണ്. അപ്പൊ ടീച്ചറിന്റെ എന്തെങ്കിലും പോരായ്മ കണ്ടതിന് ശേഷം എന്താണ് HM അത് സംസാരിക്കും അല്ലെ, എന്താണ് പ്രശ്നം എന്നുള്ളത് സംസാരിക്കും. എന്തുകൊണ്ടാണ് ടീച്ചർ ക്ലാസ് എടുക്കാൻ പറ്റാത്തത്, അല്ലെ എന്തുകൊണ്ടാണ് അത്തരത്തിൽ വീഴ്ച സംഭവിക്കുന്നതിനെ പറ്റി അവർ നമ്മൾ പരസ്പരം ഇൻഡിവിജ്വൽ കോൺഫറൻസസ് നടത്തുന്നു. അപ്പൊ എന്താണ് HM പല നിർദ്ദേശങ്ങളും വയ്ക്കുന്നു. അപ്പൊ ടീച്ചറിന് കുറച്ചും കൂടി എന്താണ് മോട്ടിവേറ്റ് ചെയ്യണം അവിടെ അല്ലെ, ടീച്ചറിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു മേൽനോട്ടം കൊടുക്കുക. പിന്നെ ഇൻസ്ട്രക്ഷൻസ് പറയും, ടീച്ചർ എന്ന രീതിയിൽ ശ്രമിക്കോ അല്ലെങ്കിൽ ട്രൈ ചെയ്യാനുള്ള അവസരങ്ങൾ ആരും കൊടുക്കുന്നു, HM കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് സെക്കൻഡ് വേ എന്ന് പറയുന്നത്. എന്താണ് സൂപ്പർവിഷൻ ത്രൂ ഇൻഡിവിജ്വൽ കോൺഫറൻസസ്. ഓക്കെ, ആരുമായിട്ടാണ് ഇൻഡിവിജ്വൽ ഡിസ്കഷൻ വിത്ത് ദ ടീച്ചർ അല്ലെ, ടീച്ചർ ആൻഡ് ഹെഡ് മാസ്റ്റർ. മനസ്സിലായോ? സെക്കൻഡ് വേ എന്താണ് മനസ്സിലായോ? യെസ്. Then third techniques എന്താണ് supervision over group conferences. Headmaster can have a group conference. ഈ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞത് ഒരു ടീച്ചറും ഹെഡ് മാസ്റ്ററും തമ്മിലുള്ള ഇൻഡിവിജ്വൽ കോൺഫറൻസ് അതാണോ? ഇൻഡിവിജ്വൽ ഡിസ്കഷൻസ്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് അങ്ങനെ നോക്കിയാൽ മനസ്സിലാവുമല്ലോ, എഴുതണ്ട കേട്ടോ. ഇല്ല. ഇനി തേർഡ് എന്താണ്, അവിടെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഡിസ്കഷൻ വിത്ത് ദ ടീച്ചർ ഇൻ ഓർഡർ ടു അനലൈസ് ആൻഡ് സോൾവ് ഹിസ് പ്രോബ്ലംസ്. Then supervision over group conferences. അടുത്ത ടെക്നിക്ക് എന്താണ്, the headmaster can have a group conference if it is organized around the teacher's problems. പിന്നെ എന്താണ് മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞേ നിങ്ങള്. ടീച്ചേഴ്സിനെ ഫുള്ളായിട്ട് വിളിച്ചിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള മീറ്റിംഗ്. യെസ്. ഓക്കെ, സൂപ്പർവിഷൻ ഓവർ ഗ്രൂപ്പ് കോൺഫറൻസ്. ഗ്രൂപ്പ് കോൺഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന എത്ര പേരുണ്ടാവും? ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒരുപാട് ടീച്ചേഴ്സും മീറ്റിംഗ് ആയിരിക്കും. ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതാണ് സ്കൂൾ, ചിലപ്പോൾ ഓൾ സ്കൂളിലെ എല്ലാ സ്റ്റാഫിനും ഉദ്ദേശിക്കാം. ഇവിടെ ടീച്ചേഴ്സിന്റെ പ്രോബ്ലംസ് ആകുമ്പോൾ ടീച്ചേഴ്സിനെ മാത്രമായിരിക്കും എടുക്കുന്നത് അല്ലെ. അപ്പൊ അവരായിട്ട് എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പ് കോൺഫറൻസ് ചെയ്യാണ്. ഇപ്പൊ ചിലപ്പോൾ അക്കാദമിക് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് തമ്മിലുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ട് തർക്കങ്ങളോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ട് വരുന്ന നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ പഠിച്ചതാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പം അതിലെന്തെങ്കിലും വീഴ്ച വന്നാൽ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടായിരിക്കും ഒരുമിച്ച് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ഒരുമിച്ച് എല്ലാവർക്കും എന്താണ് ഹെഡ് മാസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്നത് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. അവർക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് അവരെ ഇംപ്രൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻസ് കൊടുക്കും. ഓക്കെ, ആ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കോൺഫറൻസിൽ ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് പിന്നീട് ആ പ്രോഗ്രാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഹെഡ് മാസ്റ്റർ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതാണ് മൂന്നാമത്തെ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ടെക്നിക്സ് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്, ഒബ്സർവേഷണൽ വിസിറ്റ്, ഇൻഡിവിജ്വൽ കോൺഫറൻസസ് ആൻഡ് ഗ്രൂപ്പ് കോൺഫറൻസസ്. അങ്ങനെ പഠിച്ചു വെച്ചാലും മതി കേട്ടോ. ചിലപ്പോ നമുക്ക് ഇങ്ങനെ തന്നിട്ട് ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ടെക്നിക് സൂപ്പർവിഷൻ ആണെന്ന് ചോദിക്കും. ചിലപ്പോ ഇത് തന്നിട്ടുണ്ടാവില്ല, സൂപ്പർവിഷൻ ഓവർ ഗ്രൂപ്പ് കോൺഫറൻസും തന്നിട്ടുണ്ടാവില്ല. ഇത് മാത്രം നിന്നിട്ട് ഇത് ഏത് ടൈപ്പിലാണ് വരുന്നതെന്ന് ചോദിക്കും, ഏത് ടെക്നിക്സ് ആണെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാലോ 3 ടെക്നിക്സ് ആണെന്നുള്ളത് ഏതാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, എന്തോ ഇൻസ്പെക്ഷൻ ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഇൻസ്പെക്ഷൻ ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ,
പക്ഷെ ഇതിൽ ഒബ്സർവേഷണൽ വിസിറ്റിലൊന്നും വരില്ലല്ലോ. ഒബ്സർവേഷൻ വിസിറ്റിൽ വരില്ല കേട്ടോ. അത് ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ വേറെ കാര്യങ്ങൾ. ഇതിന് ഹെഡ് മാസ്റ്റർ തന്നെ പറയുന്നത്. ഹെഡ് മാസ്റ്റർ മാത്രമാണ് ഇത് വാച്ച് ചെയ്യുന്നത്. സ്കൂളിന്റെ സ്കൂളിന്റെ ഇംപ്രൈസേഷന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സ്കൂളിന് മേൽനോട്ടം വഹിക്കുന്നത് ആരായിരിക്കും? ഒരു സ്കൂളിന് മേൽനോട്ടം വഹിക്കുന്നത് ശരിക്കും ആരാണ്? സ്കൂള് മാസ്റ്റർ. മാസ്റ്റർ. അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ്, അദ്ദേഹമാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. ആ സ്കൂൾ കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ആരാണ്? ഹെഡ് മാസ്റ്റർ തന്നെയാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്സുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ 3 അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിട്ടുണ്ട്. സാറ്റർഡേക്കുള്ളിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടും കേട്ടോ. ഈ പാർട്ട് 4 നമ്മൾ 2 തന്നിട്ടുള്ളൂ അല്ലെ? 2 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് അത് കിട്ടിയേക്കാട്ടോ. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കുറെയൊക്കെ പാടായിട്ട് വന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. കുറെ വെട്ടിക്കളക്കും. അങ്ങനെ തിരുത്തൽ പണിയുടെ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് തരാത്തത് സാറ്റർഡേക്കുള്ളിൽ കിട്ടും. ഓക്കെ, യെസ്. ഇത് മനസ്സിലായല്ലോ? ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ. യെസ്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ. മേൽനോട്ടത്തിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് സൂപ്പർവിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഒരാളൊന്ന് വായിക്കൂ. മാം ഞാൻ വായിക്കട്ടെ. ശരണ്യ പറഞ്ഞു. അടുത്തത് വായിക്കാട്ടോ. ഓരോരുത്തർ വായിച്ചു ഓരോ പോയിന്റ്സ്. ശരണ്യ വായിക്കൂ. Principles of supervision. Supervision is always linked to the development of instruction in any school. Second point is the primary aim of supervision is to help teachers to become self-directive. ഫാത്തിമ വായിക്കൂ. Good supervision and are reciprocal. Reciprocal. Okay. Fourth point, good supervision is democratic, participative and contributive. Fifth point, a good supervision helps teacher to develop skills in discovering and analyzing pupils' needs. Sixth point, supervision gives teachers security and improve confidence in their capacity to solve problems. Okay, yes. ഇവിടെ പറയുന്നത് പ്രിൻസിപ്പൽസ് ആണ്. നമ്മുടെ മേൽനോട്ടം വഹിക്കുന്നതിന്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർവിഷൻ ചെയ്യുന്നത്? എന്താണ് അതിന്റെ പ്രാധാന്യം? എന്ത് പ്രിൻസിപ്പലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേൽനോട്ടം കൊടുക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? Supervision is always linked to the development of instruction in any school. Supervision, മേൽനോട്ടം എന്നത് എന്തുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? സ്കൂളിന്റെ ഡെവലപ്മെന്റ്. To the development of instruction in any school. സ്കൂളിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഇതാണ്. പറയൂ. ഒരു സ്കൂളിന്റെ വികസനത്തിന് വേണ്ടിയാണ് എന്ത് നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്നത് അല്ലെ? ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന എന്തിനാണ്? ആ സ്കൂൾ ഡെവലപ്പ് ചെയ്യാൻ, വികസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്കൂളിനെ എന്താ സൂപ്പർവൈസ് ചെയ്യുന്നത്. അതിന് പോരായ്മകൾ ഉണ്ടെങ്കിലല്ലേ നമ്മൾ നിർദ്ദേശങ്ങൾ വെക്കുന്നത്. നിർദ്ദേശം വെക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിരിക്കുന്നത്, വികസനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, മനസ്സിലായത്? എന്താണ് പറയുന്നത്? ഓൾവേസ് ലിങ്ക്ഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ എനി സ്കൂൾ. സ്കൂളിന്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സൂപ്പർവിഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മേൽനോട്ടം കൊടുക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായി മിസ്. ആ സ്കൂൾ ഇംപ്രൂവ് ആവാൻ വേണ്ടി എന്തെങ്കിലും തരത്തില് അവിടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയ തരത്തിലുള്ള പദ്ധതികളൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഇപ്പൊ ബിൽഡിങ്സ് നോക്കാം. നമുക്കിപ്പോ
LP സ്കൂളുകൾ അല്ലെങ്കിൽ KG സെക്ഷൻ സ്കൂളുകളിൽ ചെറിയ ബിൽഡിങ്സ് ആണ്, തുടക്കത്തിൽ ചെറിയ ബിൽഡിങ്സ് ആണ്. അപ്പോൾ പിന്നീട് പാരന്റ്സ് അല്ലെങ്കിൽ PTA മീറ്റിംഗ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർ നിർദ്ദേശം വെക്കുകയാണ്, അല്ല അത് ഒരു പരാതി രേഖയിൽ നമുക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് വേണം, കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലായിരിക്കണം എന്നൊക്കെ പറയും. നല്ല ബിൽഡിങ്സ് ആവശ്യപ്പെടും. അതിനനുസരിച്ച് എന്താണ് അവിടുത്തെ ഹെഡ് മാസ്റ്ററും മറ്റു മാനേജ്മെന്റും കൂടി എന്താണ് ആ സ്കൂളിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ അവർ തയ്യാറാക്കി എന്ത് ചെയ്തു, അവര് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് അവർ തന്നെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ആ ബിൽഡിങ്സുകൾ കംപ്ലീറ്റഡ് ആയിട്ട് പണിയുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്തു. അപ്പൊ അവിടെ ആ സ്കൂളിൽ എന്ത് സംഭവിക്കുന്നു, ഡെവലപ്മെന്റ്സ് സംഭവിക്കണം. ആ സ്കൂൾ വികസിച്ചു, കുറച്ചുകൂടി എന്തായി, കുറച്ചുകൂടി ഫെസിലിറ്റീസ് വന്നു കഴിഞ്ഞപ്പോൾ സ്കൂളിൽ എന്ത് സംഭവിച്ചു, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തപ്പോൾ സൂപ്പർവൈസ് ചെയ്തപ്പോഴാണ് ആ സ്കൂളിന് വികസനം ഉണ്ടായത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Supervision is always linked to the development of instruction in any school. Yes. സ്കൂളിന്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Then second one എന്താണ്? The primary aim of supervision is to help teachers to become self-directive. നമുക്ക് പറയാൻ പറ്റുമല്ലോ എന്താണ് സെക്കൻഡ് വൺ? പ്രൈമറി എയിം ടീച്ചർമാര് സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് പ്രാഥമികമായ സൂപ്പർവിഷന്റെ ലക്ഷ്യം. അതായത് മേൽനോട്ടത്തിന്റെ പ്രാഥമിക ലക്ഷ്യമാണ് പറയുന്നത്. പ്രൈമറി എയിം എന്ന് പറയുന്നത് എന്താണ്? is to help the teachers to become self-directive. Self-directive എന്ന് പറയുന്നത് എന്താണ്? സ്വന്തമായിട്ട് നൽകിയിട്ട് അവരെ അവരുടെ പ്രയാസങ്ങൾ സ്വയം തിരിച്ചറിയാനായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിന് ഒരു ക്യാപ്പബിലിറ്റി കൊടുക്കുകയാണ് അവിടെ. ഇൻസ്ട്രക്ഷൻസ് സെൽഫായിട്ട് സ്വന്തമായിട്ട് സൂപ്പർവൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുക്കണം. അത് തന്നെയാണ് പ്രൈമറി എയിം എന്ന് പറയുന്നത് അല്ലെ. ടീച്ചേഴ്സ് വെറുതെ ക്ലാസ് എടുക്കുക മാത്രമല്ല വേണ്ടത്, മറ്റു കാര്യങ്ങൾ എന്താണ്, ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പാഠഭാഗങ്ങൾ മാത്രം പറഞ്ഞു, അതിൽ കൂടുതൽ ക്ലാസ്സിൽ ഇൻസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അത് മാത്രമല്ല ഈ ക്ലാസ് മുറിക്കപ്പുറം ഹോൾ സ്കൂളിലെ സ്റ്റാഫുകൾക്കിടയിൽ, ടീച്ചേഴ്സിനിടയിൽ, മറ്റേ ഓഫീസിന്റെ ഇടയിൽ, മാനേജ്മെന്റിന്റെ ഇടയിലൊക്കെ എന്താണ്, ടീച്ചേഴ്സിന് വെറുതെ ഒരു ടീച്ചർ എന്നൊരു പൊസിഷൻ മാത്രമല്ല പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ഒരു ആളാണ് ആര്, ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഇൻസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഡെവലപ്പ് ചെയ്യണം അല്ലെ. നമുക്ക് എന്താണ് സൂപ്പർവൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ടീച്ചേഴ്സിന് സെൽഫ് ഡയറക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ത് സൂപ്പർവിഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, ടീച്ചേഴ്സിന് ക്ലാസ് റൂമിൽ ഒതുങ്ങി പോകാതെ എന്ത് വേണം, സെൽഫ് ഡയറക്ഷൻസ് കൊടുക്കാൻ, സെൽഫ് ഡയറക്റ്റീവ് ആയിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ ഉള്ള കപ്പാസിറ്റീസ് ഉണ്ടാക്കിയെടുക്കാനും അത്തരത്തിലുള്ള ഒരു അവസരമാണ് എന്റെ സൂപ്പർവിഷൻസിലൂടെ ഓരോ സ്കൂളും ടീച്ചേഴ്സിന് അനുവദിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. പ്രൈമറി എയിം ഓഫ് സൂപ്പർവിഷൻ ഈസ് ടു ഹെൽപ് ടീച്ചേഴ്സ് ടു ബിക്കം സെൽഫ് ഡയറക്റ്റീവ്. അപ്പൊ സൂപ്പർവിഷന്റെ പ്രൈമറി എയിം എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഹെൽപ് ടീച്ചേഴ്സ് ടു ബിക്കം സെൽഫ് ഡയറക്റ്റീവ് എന്നായിരിക്കും ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ സെൽഫ് ഡയറക്റ്റീവ് മാത്രമായിരിക്കും ചിലപ്പോൾ ഓപ്ഷൻസിൽ കിടക്കുന്നത്, നമുക്കറിയാം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. മനസ്സിലായോ സെക്കൻഡ് പ്രിൻസിപ്പിൾ? യെസ് മിസ്. യെസ്. ഇനി തേർഡ് എന്താണ്? സൂപ്പർവിഷൻ ആൻഡ് കരിക്കുലം ഡെവലപ്മെന്റ് ആർ റെസിപ്രോക്കൽ. സൂപ്പർവിഷൻ ആൻഡ് കരിക്കുലം ഡെവലപ്മെന്റ് ആർ റെസിപ്രോക്കൽ. എവിടെയൊക്കെയാണ് സൂപ്പർവിഷനും പാഠ്യപദ്ധതിപരമായ ഡെവലപ്മെന്റും പരസ്പര വിരുദ്ധപ്പെട്ടിരിക്കുന്നു. പരസ്പര വിരുദ്ധമാണെന്ന്. എന്താണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ? റെസിപ്രോക്കൽ മെത്തേഡ് എന്താണ് കേട്ടിട്ടുണ്ടെന്നുള്ള? പരസ്പരം പഠിപ്പിക്കൽ എന്നാണ് പറയുന്നത് അല്ലെ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ പരസ്പരം പഠിപ്പിക്കൽ അല്ലെങ്കിൽ മ്യൂച്വൽ ടീച്ചിങ്, കോപ്പറേറ്റീവ് ടീച്ചിങ്. റെസിപ്രോക്കൽ പ്രോണോൺ കേട്ടിട്ടുണ്ട്. റെസിപ്രോക്കൽ ടീച്ചിങ് ഉദ്ദേശിക്കുന്നത് കോപ്പറേറ്റീവ് ടീച്ചിങ് അല്ലെങ്കിൽ മ്യൂച്വൽ ടീച്ചിങ്. കോപ്പറേറ്റീവ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പരസ്പരം ടീച്ചിങ് സഹകരണത്തോടു കൂടി ചെയ്യാം.
നമ്മളെ ഈ ബന്ധപ്പെട്ടിരിക്കുന്ന പാഠ്യപദ്ധതി വികസിപ്പിക്കാന് ഈ നിരീക്ഷണം അതിന് സഹായകമായിരിക്കണം എന്നല്ലേ? യെസ്, അത് തന്നെ. പാഠ്യപദ്ധതികളിൽ കരിക്കുലം വികസിപ്പിക്കുന്നതിന് എന്താണ് റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് അത് ആവശ്യമായിട്ട് വരുന്നത്. റെസിപ്രോക്കൽ ടീച്ചിങ് അവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അവിടെ എഴുതണേ. ഡെവലപ്മെന്റ് റെസിപ്രോക്കൽ ടീച്ചിങ് വേണമെങ്കിൽ ഒരു ബ്രാക്കറ്റിൽ ഇട്ടോ. റെസിപ്രോക്കലിന് മാത്രം കാണുമ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വിചാരിക്കണ്ട. റെസിപ്രോക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് കോപ്പറേറ്റീവ് ടീച്ചിങ് ആണ്, അല്ലെങ്കിൽ മ്യൂച്വൽ ടീച്ചിങ് ആണ്. അവർ പരസ്പരം എന്താണ് പരസ്പരം ടീച്ചേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പരസ്പരം സഹകരണ മനോഭാവത്തോടു കൂടി എന്താണ് ആ പാഠ്യപദ്ധതിയെ വികസിപ്പിക്കുന്ന തരത്തിലായിരിക്കുള്ളൂ അവരുടെ സൂപ്പർവൈസ് ചെയ്യുന്നത്. ഓക്കെ, കരിക്കുലം അറിയാത്ത ആരെയിലുണ്ടോ? കരിക്കുലം ഇല്ലല്ലോ. ഇല്ല. പാഠ്യപദ്ധതി കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാലോ? അപ്പോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തില്? പാഠ്യേതര പദ്ധതി. പാഠ്യേതര പദ്ധതികൾ. കരിക്കുലം എന്നുള്ളൊരു വാക്ക് നിങ്ങളെ ടീച്ചേഴ്സ് ഒരിക്കലും മറക്കരുത് കേട്ടോ. ചോദിച്ചത് അറിയില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് മോശമാണ്. ഓക്കെ, പാഠ്യപദ്ധതി. ഈ ഒരു കരിക്കുലം ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ടീച്ചേഴ്സായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ആണ്, എഡ്യൂക്കേഷന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് ശരിക്കും പറഞ്ഞ കരിക്കുലം. ഒരു വെറുതെ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും. നമുക്കൊരു പദ്ധതി ഉണ്ടായിരിക്കും, പ്ലാനിങ്ങിൽ ഉണ്ടെങ്കിൽ മാത്രം അതിൽ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് മാത്രം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ കുട്ടികൾക്ക്. ഓക്കെ, അപ്പൊ അത് കരിക്കുലമായി ബന്ധപ്പെട്ട് പറയുക നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ ഒരുപാട് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ട്, കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ട്. ഇതൊക്കെ പഠിക്കാനുണ്ട്. ലാസ്റ്റ് ഭാഗം എത്തുമ്പോ പറഞ്ഞുതരാം കേട്ടോ. എന്താണ് കരിക്കുലം എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി ഗുഡ് സൂപ്പർവിഷൻ ഈസ് ഡെമോക്രാറ്റിക്, ക്രിയേറ്റീവ്, പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് കോൺട്രിബ്യൂട്ടീവ്. ഗുഡ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്? എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്? ജനാധിപത്യപരവും ഡെമോക്രാറ്റിക്, സൃഷ്ടിപരവും പങ്കാളിത്തപരവും. യെസ്, ഡെമോക്രാറ്റിക് ആണ്, ക്രിയേറ്റീവ് ആണ്, പാർട്ടിസിപ്പേറ്റീവ് ആണ്, അത് കോൺട്രിബ്യൂട്ടീവ് ആണ്. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എന്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ? സൂപ്പർവൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ? നമുക്ക് ഡെമോക്രാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ ഈക്വൽ ആയിട്ട് കഴിയും നമ്മൾ സൂപ്പർവൈസ് ചെയ്യേണ്ടത്. ആർക്കും മുൻപന്തി അല്ലെങ്കിൽ പിൻപന്തി എന്നുള്ളൊരു ആശയം അവിടെ വരുന്നില്ല. എല്ലാവർക്കും ഒരേപോലെ ജനാധിപത്യപരമായിട്ട് നമുക്ക് എന്താണ് ഈക്വൽ ആയിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. അവിടെ വേറെ തരത്തിലുള്ള എന്താ പറയാ വേർതിരിവുകളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ക്രിയേറ്റീവ് ആയിട്ട് മേൽനോട്ടം വഹിക്കാൻ സാധിക്കും അല്ലെ? ക്രിയേറ്റീവ് ആയിട്ട് പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റീവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? നല്ല പോലെ ചിന്തിച്ചും പങ്കെടുത്തൊക്കെ ആ ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണമെന്നാണ്. ക്രിയേറ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ പ്രോഗ്രാംസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അവിടെ നമുക്കൊരു പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ സാധിക്കും. നമുക്ക് വെറുതെ അല്ല മേൽനോട്ടം വഹിക്കേണ്ടത്. അതിന് പ്ലാൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ? ഓക്കെ, അപ്പൊ അതിനൊരു സ്ട്രക്ചർ ഉണ്ടോ? എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ട്രക്ചറിലായിരിക്കും അവർക്ക് മേൽനോട്ടം വഹിക്കുക. ഇപ്പൊ കുറച്ച് പേർക്ക് വേണ്ടി മാത്രം നിർദ്ദേശങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നിർദ്ദേശം കൊടുക്കുക. ഇപ്പൊ എന്താ പറയാ നമ്മള് ആനുവൽ ഡേയ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുട്ടികളെ നമ്മള് പല പ്രോഗ്രാംസിനായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും എന്താണ് ഓരോ രീതിയിലായിരിക്കും സൂപ്പർവൈസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാൻ പറ്റില്ല. സ്റ്റേജിലുള്ളവർക്ക് വേറെ രീതിയിലായിരിക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. സ്റ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓഡിയൻസ് അല്ലെങ്കിൽ മറ്റു ഗസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് എല്ലാത്തിലും എന്താണ് വ്യത്യസ്തതയുണ്ട്. എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഓരോന്നിലും എന്താണ് ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് കോൺട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് കോൺട്രിബ്യൂട്ടീവ് പങ്കെടുത്തും അങ്ങോട്ട് സഹകരിച്ചും. യെസ്, വെരി ഗുഡ്. നല്ല രീതിയിൽ പാർട്ടിസിപ്പേഷൻ, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ് എന്തിനു വേണ്ടത്? സൂപ്പർവിഷന്റെ ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ? ആക്റ്റീവായിട്ട് നമ്മുടെ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ്, നമ്മുടെ പങ്കാളിത്തം അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ നമുക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള, അതായത് ഈ സൂപ്പർവൈസർ എന്ന് പറഞ്ഞൊരു പദ്ധതി എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല അല്ലെ? ഒരു ഹോൾ
കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ കുറെ ഇൻസ്ട്രക്ഷൻസ് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിന്റെ ഫുൾ സക്സസിന് വേണ്ടിയിട്ടാണ് ഒരു സൂപ്പർവൈസറെ വെച്ചിരിക്കുന്നത് അല്ലെ. അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ആ പ്രോഗ്രാം സക്സസീവ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേഷൻ പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്താണ് അത് ആ പ്രോഗ്രാം നല്ല രീതിയിൽ കൺട്രോളിംഗ് ആയിട്ട് നിയന്ത്രിതമായിട്ട് ഇത് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല സൂപ്പർവിഷൻ അവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, എന്താണ് ഗുഡ് സൂപ്പർവിഷൻ ഈസ് ഡെമോക്രാറ്റിക്, ക്രിയേറ്റീവ്, പാർട്ടിസിപ്പേറ്റീവ് ആയിട്ട് കോൺട്രിബ്യൂട്ടീവ്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, നോട്ട് ചെയ്തിടണേ. ഫോർത്ത് പ്രിൻസിപ്പിൾസ്. അതായത് മിസ്സേ ഇവിടെ ഈ ക്രിയേറ്റീവില് പറഞ്ഞിട്ടുള്ളത് ടീച്ചേഴ്സ്മാരുടെ ഒരു സൃഷ്ടിപരമായിട്ടുള്ള സൂപ്പർവിഷൻ വേണം എന്നാണോ? അതെ അതെ, ടീച്ചേഴ്സിന്റെയാണ് കേട്ടോ. ഫോർത്ത് പോയിന്റ് അല്ലേ? അതെ അതെ, ടീച്ചേഴ്സിനാണ് ടീച്ചർമാരായിരിക്കണം അല്ലെ, തുല്യമായ രീതിയിലും ടീച്ചർമാരുടെ സൃഷ്ടിപരമായ രീതിയിലും ടീച്ചർമാരുടെ പാർട്ടിസിപ്പേഷൻ ആയിരിക്കണം, കോൺട്രിബ്യൂട്ടീവ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ ഗുഡ് സൂപ്പർവൈസർ എന്ന് ഉദ്ദേശിക്കുന്ന അധ്യാപകരും അവിടുത്തെ പ്രധാന അധ്യാപകർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെയിൻ നിങ്ങള് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ആരാണ്? ടീച്ചേഴ്സിനെ തന്നെയാണ് കേട്ടോ. ഇനി ഫിഫ്ത് പോയിന്റ് എന്താണ്? ഫിഫ്ത് പ്രിൻസിപ്പിൾ. A good supervision helps the teacher to develop skills on discovering and analyzing pupil needs. A good supervision helps. സൂപ്പർവിഷൻ, നല്ലൊരു സൂപ്പർവിഷൻ ടീച്ചേഴ്സിനെ എന്തിനു വേണ്ടി സഹായിക്കുന്നു എന്നാണ് പറയുന്നത്? ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക. Yes, to develop teacher skills in discovering and analyzing pupil needs. ടീച്ചറിന്റെ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് കുട്ടികളുടെ നീഡ്സ് അനലൈസ് ചെയ്യാനായിട്ട് അല്ലെ. സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്താണ് ടീച്ചറിന് നല്ല രീതിയിൽ ടീച്ചറിന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഇപ്പൊ അധികം സംസാരിക്കാത്ത ടീച്ചേഴ്സ് ആണ് എങ്കിൽ ഇത്തരത്തിലൊരു ഡ്യൂട്ടി കൊടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടോടെ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് എന്താണ് ടീച്ചർ വളരെ കോൺഫിഡൻസ് ആയി മാറുന്നു. ചെയ്ത് എന്താണ് ഇപ്പൊ ആങ്കറിങ് ചെയ്ത സമയത്ത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ടൈം ചെയ്യാനായിട്ട്. ദെൻ സെക്കൻഡ് ടൈം ആയപ്പോൾ കുറച്ചുകൂടി എനിക്ക് ആ ഒരു ടെൻഷൻ മാറി കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ എന്താണ് എനിക്ക് ഇവിടെ നിന്ന് തന്ന കുറെ നിർദ്ദേശങ്ങളുണ്ട് അല്ലെ. സാറ് തന്ന കുറെ മോട്ടിവേഷൻസ്, സാറ് നമുക്ക് പറ്റും എന്നുള്ള രീതിയിലാണ്. സാറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ ജെറിൻ സാറിന്റെ സംസാരം കേട്ടിട്ടില്ലല്ലേ? അറിയാം, സാറിന്റെ അത്രയും മോട്ടിവേറ്റ് ചെയ്ത ജീവിതത്തിൽ ആരുമില്ല സത്യം പറഞ്ഞാൽ. സാർ അത്രയ്ക്കും അതാണ് സാറ് സൂപ്പർവൈസ് ചെയ്ത് തന്നെയാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാൻ. ടീച്ചർക്ക് പറ്റും, ടീച്ചർ ചെയ്യാൻ പറ്റും, ഇന്ന കാര്യങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി, വോയിസ് മോഡുലേഷൻ അവിടെ കൊടുക്കണം, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പറയണം, ആ ലെറ്റേഴ്സ് പറയാൻ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്തു. അപ്പൊ എനിക്ക് കുറെ കാര്യം എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി അല്ലേ. എനിക്ക് അപ്പൊ അത് പറയാൻ പറ്റുമെന്ന് പിന്നീട് ഒരു കോൺഫിഡൻസ് വരെയാണ്. ഓക്കെ, അപ്പൊ എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എനിക്ക് ആങ്കറിംഗ് എന്നുള്ള സ്കില്ല് നമുക്ക് ഉണ്ടാകും. കുട്ടികളെ പഠിപ്പിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് എനിക്ക് മോട്ടിവേഷൻ എന്റെ സൂപ്പർവൈസർ സാറാണ്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് കുട്ടികൾക്ക് എന്തൊക്കെ ആവശ്യകതകളുണ്ട് അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതുകൂടി നമുക്ക് സ്വമേധയാ മനസ്സിലായി തുടങ്ങും എന്തൊക്കെ ചെയ്യണമെന്ന്. ഇപ്പൊ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെയാണ് ചെയ്യുന്നത്. പിന്നീട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിഞ്ഞു ചെയ്യും അല്ലെ. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ എന്താണ് എനിക്ക് അത് അറിയാമെന്നുള്ളൊരു ഭാവത്തിലെത്തും. നാലാമത് ചെയ്യുമ്പോൾ എനിക്കറിയാമോ ഞാൻ ചെയ്യുന്നത്. അഞ്ചാമതാവുമ്പോൾ എന്താണ് ഞാനാണത് ചെയ്യുന്നത്. ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾ എത്തും അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ് ഒരു കാര്യങ്ങള്. അതെ. നിങ്ങൾ ആദ്യം ചായ ഉണ്ടാക്കിയ പോലെയാണോ ഇപ്പൊ ചായ ഉണ്ടാക്കുന്നത്? അല്ല മിസ്, ഇപ്പോഴും ശരിയാത്തവരുണ്ടോ? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. എന്താണ് ശ്രീലക്ഷ്മി? ഇല്ല, ഇപ്പൊ നന്നായി ഇടുമെന്ന് പറഞ്ഞതാ. ഇപ്പൊ നന്നായിട്ട് എന്റെ ചായ നല്ല ഏറ്റവും നല്ല ചായ. അതെ, അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ആയിരിക്കും സൂപ്പർവൈസ് ചെയ്താണ് നമ്മൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഉണ്ട് അങ്ങനെ നമ്മളെ മേൽനോട്ടം വയ്ക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മളിൽ തന്നെ സ്വമേധയെ കുറെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നു നമ്മളിവിടെ വരെ എത്തി. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ്?
Supervision gives teachers security and improve confidence in their capacity to solve problems. ഇപ്പൊ നമ്മ പറയാണ്ട് ഈ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? പ്രിൻസിപ്പൾ എന്താ പറയുന്നത്? സുരക്ഷിതത്വം ടീച്ചേഴ്സിന് കോൺഫിഡൻസോട് കൂടിയിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അങ്ങനെ എന്നെ മലയാളം നോക്കി പറഞ്ഞാണോ? അല്ല മിസ്സേ, വെറുതെ പറഞ്ഞു ചേച്ചി. ഓക്കെ. Teachers security and improve confidence in their capacity to solve problems. അല്ലെ, നമ്മള് സ്വമേധി ഇങ്ങനെ കൊടുത്തതാണ് ലാസ്റ്റ് നമുക്ക് തന്നെ എന്താണ് ഒരുപാട് കോൺഫിഡൻസ് കിട്ടണം അല്ലെ, നമുക്ക് വളരെ സെക്യൂർ ആയിട്ടുള്ള ഫീലിംഗ് തോന്നും. പിന്നെന്താണ് അത് നമുക്ക് ക്ലാസ്സില് ഈ സൈനിങ് ചെയ്യാനൊക്കെ ആദ്യം ഭയങ്കര മടിയായിരുന്നു എനിക്ക്. പിന്നെ ചെയ്ത് ഇപ്പൊ ഒരു മടിയില്ല. അങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്തു അല്ലെ, പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി. നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ലേ മോണ്ടിസോറിയിൽ ജോയിൻ ചെയ്തപ്പോൾ തുടങ്ങി? നിങ്ങൾ പഴയ പോലെ ആയിരുന്നു അല്ലേ? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല കോൺഫിഡൻസ് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. നല്ലോണം വ്യത്യാസമാണ് നിങ്ങളുടെ സംസാരങ്ങളിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാവും. പിന്നെ സംസാരിക്കാൻ പുറകോട്ട് നിന്നവർ വരെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താണ് സ്വന്തം ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ടാണ് എനിക്ക് തോന്നുന്നു അല്ലെ. മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോ എനിക്ക് എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇവിടെ വരെ നിർത്തുവാണ് കേട്ടോ. പ്രിൻസിപ്പൽസ് ഓഫ് സൂപ്പർവിഷൻസ് ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് പഠിച്ചിട്ട് പോരെ കേട്ടോ. 6 പോയിന്റ്സ് ഒന്ന് പഠിച്ചേക്ക്. മാം, അന്നൊരു അസൈൻമെന്റ് പറഞ്ഞിട്ടേ മാം ആ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അതെ, നിങ്ങൾക്കത് കൊടുക്കണോ വേണ്ടേന്നൊരു കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ തുടങ്ങാൻ പോകുന്നുണ്ടേ, എനിക്കിന് അതും കൂടി ബുദ്ധിമുട്ടാവോന്ന് അറിയാൻ. ഇപ്പം നാളത്തേക്ക് നമുക്ക് പറയാം, അല്ലെങ്കിൽ വ്യാഴാഴ്ചത്തെ കൂടി ടീച്ചർ പറയാം. എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ചെയ്ത് തുടങ്ങിയവരെ അതങ്ങനെ വെച്ചോളൂ കേട്ടോ, പറയാതെ സബ്മിറ്റ് ചെയ്യണ്ട. ഓക്കെ മാം. അത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ടായിരിക്കണ്ടേ? അതല്ലേ നമുക്ക് പറയാം കേട്ടോ, എങ്ങനെ പറയാം. ചോദിച്ചപ്പോ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് തുടങ്ങി നിങ്ങൾക്ക് എല്ലാവരും കൂടി ബേർഡൻ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരിക്കുന്നത്. നെക്സ്റ്റ് വീക്കിൽ പ്രാക്ടിക്കൽസ് ആയിരിക്കും. നെക്സ്റ്റ് വീക്ക് ഡെവലപ്മെന്റൽ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞോ അപർണാസ്? ഇല്ല, ആദ്യം കഴിഞ്ഞിട്ടുണ്ടോ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ മാറും. സൈൻ ഔട്ട് ഉണ്ടോ? പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരണേ. അത് പറയാം, എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. ഓക്കെ. ഓക്കെ, സൈൻ പിന്നെ ഔട്ട്. മിസ്സേ, ഞങ്ങൾക്ക് PG ക്ലാസ് തുടങ്ങുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല. അത് വിടാൻ പറയാം കേട്ടോ. എന്തെങ്കിലും സംശയം ഇവിടെ നേരിട്ട് വിളിച്ച് ചോദിച്ചോളൂ കേട്ടോ. നേരെ ചോദിച്ചാൽ പറയും. ചോദിച്ചിരുന്നു, അപ്പൊ അറിയിക്കാന്ന് പറഞ്ഞു. ഈ ക്ലാസ് ഒക്കെ കഴിയാറായില്ലേ, അപ്പൊ PG ക്ലാസ് തുടങ്ങേണ്ട സമയമായി കാണില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾക്ക് ആവുന്നുള്ളൂ, എങ്കിലും അറിയുന്നെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ആരാണ്? ഞാനാണ് മിസ്. ഞാനൊരു കഥ പറയാം. ഒരു ഗ്രാമത്തിലെ ഒരു അച്ഛനും മോളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ അച്ഛന് ഒരു ആടിനെ അറുത്തിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് മകളോട് പറഞ്ഞ് പട്ടണത്തിൽ പോയിട്ട് നമ്മളെ ബന്ധുക്കളെയൊക്കെ വിളിച്ചു നമുക്ക് അവരെ ഒന്ന് സൽക്കരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മോള് പോയിട്ട് പട്ടണത്തിൽ പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ തീ പിടിച്ചേ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ കുറച്ച് ആൾക്കെ വന്നു, കുറെ ആൾ മൈൻഡ് ചെയ്യാതെ പോയി. അങ്ങനെ ഈ വന്ന ആൾക്കാർക്കൊക്കെ ഇയാള് ഫുഡ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മകൾ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇതൊക്കെ ആരാണ് മകളെ, നമ്മുടെ ബന്ധുക്കളെ വിളിക്കാനല്ലേ ഞാൻ പറഞ്ഞത് ചോദിച്ചു. അപ്പോ മോള് പറഞ്ഞു, ഇവരാണ് ശരിക്കും നമ്മളെ മിത്രങ്ങൾ അച്ഛാ. ആപത്ത് ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവരല്ലേ നമ്മൾ കൂടെ നിർത്തേണ്ടത്. നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളുള്ള സമയത്ത് കൂടെ നിൽക്കുന്നവര് എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നില്ല. അങ്ങനെ ഈ സിറ്റുവേഷൻ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, മകള് പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം അംഗീകരിച്ചു. Thank you, Adira Miss, for your class and friendly interaction. Thank you, Linky, for the prayer. Thank you, Kriba, for bringing a good thought. Thank you, Jasmine, for wonderful signing. Learning sparks shining until tomorrow. Sparkle on your way. It's me, Mufida, signing off. Okay, thank you, Mufida. Okay, have a nice day. Thank you. Thank you, miss. Thank you. Thank you, miss. Thank you.